കൂടുതലായിട്ട് ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? ഒരു പക്ഷേ അലർജി ഇതിനൊരു കാരണമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അലർജിയുള്ള ആളുകളിൽ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിൻ നല്ല രീതിയിൽ കുറവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ഹിസ്റ്റമിൻ ഓവറായിട്ട് റിലീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തന്നെ കൂടുതലായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ തിരിച്ചും സ്ട്രെസ് കൂടുതലുള്ള ആളുകളിൽ അലർജിയും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളും അതുപോലെ അഡ്രിനാലിനും കൂടുതലായിട്ട് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന തുമ്മലും മൂക്കൊലിപ്പും ഒക്കെ കൂടാൻ ഇതൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. കൂടാതെ വർഷങ്ങളായിട്ടുള്ള സ്ട്രെസ്സും ഉറക്കക്കുറവും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഹിസ്റ്റമിൻ ശരീരത്തിൽ റിലീസ് ചെയ്യാനും ഇത് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നു. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോടൊപ്പം അലർജിയും ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മാനസിക അസ്വസ്ഥതകൾക്ക് മാത്രം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല. റൂട്ട് കോസ് ആയിട്ടുള്ള അലർജിക്കാണ് ഇവിടെ കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. നമ്മൾ പറയാറുണ്ട് യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വഴി നല്ല രീതിയിൽ നമുക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിലൂടെ സ്ട്രെസ്സും അലർജിയും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ അലർജിയോടൊപ്പം കൂടുതലായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.